ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ വീട്ടുവിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും അതുപോലെ തന്നെ നമുക്കൊരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പിലത്തെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ രാവിലെ നേരത്തെ തന്നെ ഷോപ്പൊക്കെ തുറന്നു വെച്ചു കേട്ടോ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. ഞാനപ്പോൾ രാവിലെ നേരത്തെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. രാവിലെ ഷോപ്പ് തുറന്നു കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തത്. ഇപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. അപ്പം ഞാൻ മറ്റേ കോറയും പിന്നെ കമ്പൊക്കെ ഇല്ലേ, അതും ഉഴുന്നും വെന്തയം പറഞ്ഞാൽ ഉലുവ അതൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. ദോശയ്ക്ക് ഫസ്റ്റ് കാണിച്ചില്ലേ, അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. ദോശയ്ക്കുള്ളതാണ് കേട്ടോ, കണ്ണമ്മ ചേച്ചിക്കുള്ള ദോശയ്ക്കുള്ള എന്താ പറയുക കോറയാണ് വെള്ളത്തിലിട്ടത്. അതിനുശേഷം നമ്മൾ സോയാബീൻ ചൂടുവെള്ളത്തിലിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇന്ന് സോയാബീൻ വറുക്കണം എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്നത്തെ സ്പെഷ്യൽ കുക്കിംഗ് എന്ന് പറയുന്നത് സോയാബീൻ വറുക്കുന്നതാണ് കേട്ടോ. സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സോയാബീൻസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു മാങ്ങ കിട്ടി കേട്ടോ. ഇത് നമ്മുടെ മരത്തിൽ നിന്ന് വീണതാണ് കേട്ടോ. കുറേ ഇഷ്ടം പോലെ മാങ്ങയുണ്ട് കേട്ടോ, പക്ഷെ വലിക്കാൻ തന്നെ പറ്റുന്നില്ല. തോട്ടി നല്ല വലിപ്പമുള്ള തോട്ടി ഉണ്ടെങ്കിലേ നമുക്ക് മാങ്ങ വലിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാം അറ്റത്ത് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് ഒരു മാങ്ങ താഴെ കിടക്കണം കേട്ടോ. കുറേ മാങ്ങ കിടക്കുന്നുണ്ട്, എല്ലാം അണ്ണാൻ കൊത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരെണ്ണം ഒന്നും കടിക്കാണ്ട് തന്നെ അങ്ങനെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനെടുത്ത് വന്ന് തോലൊക്കെ ചെത്തി മുറിച്ചപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ചെനച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാനും മോളും കൂടി അതൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ സോയാബീൻസ് നമ്മൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ, ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഇതുപോലെ പിഴിഞ്ഞെടുത്ത് ഇനി നമുക്ക് മസാലയൊക്കെ പരട്ടിയിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മോൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതന്നെ വേണം പറയും കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വെച്ചിട്ട്, വെക്കേഷൻ ആയ ശേഷം പിന്നെ അധികം വെച്ചിട്ടേ ഇല്ല കേട്ടോ ഈ സോയാബീൻസ്. അപ്പോൾ ഇന്ന് മോളത് വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അത് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്താ പറയുക, കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ കോൺഫ്ലവർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് അതുപോലെ വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാനിലാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നല്ലൊരു എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ഇട്ടിട്ട് എല്ലാം ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യലായിട്ടുള്ളതെന്ന് സോയാബീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതാ മോളും ഇടയിൽ വന്ന് ഫ്രൈ അതൊക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് മണം കേട്ടിട്ട് ഓടിക്കൊണ്ട് വന്നതാണ് കേട്ടോ അടുക്കളയ്ക്ക്. അപ്പോൾ ആയതും വേഗം കുറച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ മോള്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മാങ്ങ കേട്ടോ പഴുത്തത്, അത് കരിയല്ല. അപ്പോൾ നല്ലൊരു പഴുത്ത മാങ്ങ അവിടെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോൾക്ക് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് അവൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ പച്ചമാങ്ങ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക സോയാബീൻസൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതിന് ശേഷം കുറച്ച് മാങ്ങയുണ്ട് കേട്ടോ നമ്മുടെ തൊടിയിൽ നിന്ന്. 2 മരമുണ്ട് കേട്ടോ നമ്മുടെ തൊടിയിൽ. മാങ്ങ മരം 2 ഉണ്ട്. ഒരെണ്ണം വലിയ നല്ല വലിപ്പമുള്ളൊരു മാങ്ങ ഉണ്ടാകുന്നത്. പിന്നെ ഒരെണ്ണം ഇതുപോലെ ചെറിയ ചെറിയ മാങ്ങകളാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. പഴുത്ത നല്ല അടിപൊളി മധുരം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കുറേ എണ്ണം കാറ്റത്ത് ഇന്നലെ മഴയൊക്കെ പെയ്തില്ലേ, അപ്പോൾ കാറ്റടിച്ചപ്പോൾ കുറേ എണ്ണം ഒരു 5-6 എണ്ണം വീണ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് കുറച്ച് മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഷോർട്സിൽ കണ്ടതാണ് കേട്ടോ. പഴുത്ത മാങ്ങയിൽ ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പച്ചമാങ്ങയിലാണല്ലോ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാറ്. പഴുത്ത മാങ്ങയിൽ നമ്മൾ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പഴുത്ത മാങ്ങയിൽ ഉപ്പും മുളകും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഇങ്ങനെ ഇളക്കി വിട്ടപ്പോൾ എല്ലാം അവിടെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എങ്ങനെയാണ് ടേസ്റ്റ് എന്ന് അറിയാമല്ലോ. മധുരവും ഉപ്പും പുളിയും കൂടിയിട്ട് എങ്ങനെയുണ്ടാവും നോക്കാം. എന്തായാലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാനത് മോൾക്കാണെങ്കിൽ പഴുത്ത മാങ്ങ ഇഷ്ടമല്ലല്ലോ, അവൾ എന്തായാലും ഇത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ കണ്ണമ്മ ചേച്ചിയും പിന്നെ കഴിക്കില്ല. കണ്ണമ്മ ചേച്ചി പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് തീരെ കഴിക്കില്ല കേട്ടോ. വേണമെങ്കിൽ പഴുത്തതും ഒരു പീസ് കഴിക്കുമായിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ടത് കഴിക്കില്ല. അപ്പം ഞാൻ തന്നെ അതിനൊക്കെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ. ഞാൻ കഴിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അടിപൊളി ടേസ്റ്റാണെന്ന്. അപ്പോൾ എനിക്ക് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ, ഞാൻ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ കൊതിയാവുകയാണ് കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് 3-4 ദിവസമായി. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കൊതിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യണം. ഇനി പഴുത്ത മാങ്ങ ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് കാറ്റടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ നാളെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ചെയ്ത് കഴിക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പകുതി മുക്കാലും ഞാൻ തന്നെ കഴിച്ചു. ഇതാ 2 പീസ്, പിന്നെ ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മതിയായിട്ട് 2 പീസ് അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കും പഴുത്ത മാങ്ങയൊക്കെ. ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്ത്. വൈകുന്നേരം അവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ്. അവിടെ രാവിലെ അടിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് സമയമൊന്നും കിട്ടിയില്ല. ഇന്ന് ഞാൻ അടിച്ചില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ അടിച്ചില്ല. അതുകൊണ്ട് വൈകുന്നേരം കുറച്ചധികം എന്താ പറയുക, പൂക്കളൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത മരത്തിൽ, ഗുൽമോഹർ മരത്തിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറവാണ് കേട്ടോ. കൊമ്പുകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസം മുന്നേ കൊമ്പുകളൊക്കെ വലിയ വലിയ കൊമ്പുകളൊക്കെ മുറിച്ചതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പൂക്കളൊക്കെ കുറവായിരുന്നു കേട്ടോ. മെയ് മാസത്തിലാണല്ലോ ഇത് പൂക്കാറ്. എല്ലാ മെയ് മാസവും നമ്മുടെ മുറ്റം മുഴുവനും ഈ റെഡ് പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം കുറവായിരുന്നു കേട്ടോ ആ കൊമ്പൊക്കെ വെട്ടിയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം അടിച്ച് വാരി അവിടെ കൊണ്ടിട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം പാല് വരാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 5:15 നമ്മുടെ പാല് വരുന്നത്. അപ്പോൾ അതാ പാല് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പാൽക്കാരനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ചായ വെക്കണം. വൈകുന്നേരത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഷോപ്പിലെ തിരക്കും വീട്ടിലത്തെ കാര്യങ്ങളും കൂടി നമ്മുടെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ തന്നെ പോയി കേട്ടോ. ഓരോ പണികൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സമയം പോകും കേട്ടോ. ഒരു ദിവസം കഴിയണതേ അറിയില്ല. നമുക്ക് ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെ പണികളും പിന്നെ അതുപോലെ ഇടയ്ക്ക് കസ്റ്റമർ വരുമ്പോൾ അവിടെ നോക്കും. അങ്ങനെ ഇങ്ങനെ നമുക്ക് സമയം പോണതേ അറിയില്ല കേട്ടോ. ഇവിടെ സമയം കിട്ടാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ തന്നെ ഞാൻ മാക്സിമം സമയം കണ്ടെത്തി ചെയ്യുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ വെച്ചു കേട്ടോ. ചായ പാൽക്കാർ വന്നപ്പോൾ ചായയൊക്കെ വെച്ചു. പിന്നെ ചായക്ക് നമുക്ക് കഴിക്കാനുള്ളത് റസ്ക്കാണ് കേട്ടോ. അപ്പോൾ റസ്ക് 2-3 ദിവസം മുന്നേ വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂട്ടി ചായയൊക്കെ കുടിച്ചു. മോളാണെങ്കിൽ പിന്നെ ചായ കുടിക്കില്ല കേട്ടോ. അവൾക്ക് എപ്പോഴെങ്കിലും ഈ പാൽപ്പൊടി ഇട്ടിട്ടുള്ള ചായ മാത്രമേ അവൾ കുടിക്കുള്ളൂ കേട്ടോ. എപ്പോഴെങ്കിലും തന്നെ അതും കുടിക്കുള്ളൂ. അങ്ങനെ പിന്നെ മോള് നൈറ്റ് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടില്ലേ പൊടി ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ. പൊടി ഇഡ്ഡലി എന്ന് വെച്ചാൽ ഇഡ്ഡലിപ്പൊടിയില്ലേ അതിട്ടിട്ട് പൊടി ഇഡ്ഡലിയും പിന്നെ എന്താ പറയുക ഈ ചമ്മന്തി ഇല്ലേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയുള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ. യൂട്യൂബിൽ നോക്കിയിട്ട് അവൾ അപ്പോഴേ തൊട്ട് എന്നോട് പറയാൻ തുടങ്ങിയതാണ് കേട്ടോ. എനിക്കിന്ന് പൊടി ഇഡ്ഡലിയും അതിൽ കാരച്ചട്നി അങ്ങനെയാണ് കേട്ടോ പേരുണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ വെക്കണ ഒരു സ്റ്റൈലിലാണ് കേട്ടോ. കാരച്ചട്നി എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അപ്പോൾ അതും ഉണ്ടാക്കി തരണം പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരി പറഞ്ഞിട്ട് മാവ് അരച്ചത് ഉണ്ടായിരുന്നില്ല. അപ്പം മോള് നമ്മുടെ അടുത്തുള്ള കടയിൽ നിന്ന് പോയിട്ട് ഒരു പാക്കറ്റ് ഇഡ്ഡലി മാവ് വാങ്ങിയിട്ട് വന്നു.
അപ്പോൾ അവൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിക്ക് ചോറും കുറച്ച് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അവൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ, അപ്പോൾ ഇതന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളത് പൊടി ഇഡ്ഡലിയും കാരച്ചട്നിയും അതാണ് കേട്ടോ നൈറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെക്കട്ടെ. അപ്പോൾ ചെറുതായിട്ട് ഇഡ്ഡലി ഒഴിച്ചാൽ മതി. ചെറിയ ഇഡ്ഡലിയാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ തട്ട് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിയിൽ കുറച്ച് മാവ് ഒഴിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 2 തട്ട് ഇഡ്ഡലി ഒഴിച്ച് വെച്ചു. ഇനി നമുക്ക് ഇഡ്ഡലിപ്പൊടി നമ്മളന്ന് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടോ. ഞാനന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ ഇഡ്ഡലിപ്പൊടിയുടെ, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളിതാ ഇഡ്ഡലിയൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ ചമ്മന്തി അരയ്ക്കണമല്ലോ, അതിനുള്ള കാരച്ചട്നിയുള്ള അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. കാരച്ചട്നി അതിൻ്റെ റെസിപ്പിയൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതുപോലെ തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ട് മോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു 4 വെളുത്തുള്ളിയും വേണം കേട്ടോ. 4 വെളുത്തുള്ളി വേണം. നമ്മൾ പാനിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 വെളുത്തുള്ളി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത്. സവാള പറ്റില്ല, സവാള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാള ഇടണ്ട, ചെറിയുള്ളി തന്നെ ഇടണം പറഞ്ഞു. അപ്പോൾ അവൾ കടയിൽ പോയപ്പോൾ മാവ് വാങ്ങിക്കാൻ പോയപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറിയുള്ളിയൊക്കെ നേരാക്കി നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവിനായിട്ട് ഒരു 5-6 വറ്റൽ മുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി കുറച്ചിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ടേ. അപ്പോൾ അത് നന്നായി വഴറ്റി വന്നപ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുത്തു. ഒരു തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴറ്റിയ ശേഷം ചൂടാറിയ ശേഷം നമുക്കതിനെ മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഡ്ഡലി കുറച്ച് വലിപ്പം കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ ചെറിയ പീസുകളാക്കി ഇതുപോലെ മുറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഡ്ഡലിപ്പൊടിയൊക്കെ നമ്മളിട്ട് ഇളക്കുമ്പോൾ അതിൽ പിടിക്കില്ല, കുറച്ച് വലുതാണെങ്കിൽ അതിൽ പിടിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഇഡ്ഡലീനെ 4 പീസാക്കി ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു. അതിൽ എണ്ണ ചൂടായ ശേഷം ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എത്ര വേണോ ടേസ്റ്റിനനുസരിച്ചിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലിയൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അടിപൊളി മണം കേട്ടോ, നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി റെഡിയായി. പൊടി ഇഡ്ഡലി കേട്ടോ, വെറും ഇഡ്ഡലിയല്ല, പൊടി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള കാരച്ചട്നി അരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പേസ്റ്റായിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ കാരച്ചട്നി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കടുക് താളിച്ചു കേട്ടോ, കറിവേപ്പിലിട്ട് നന്നായി കടുക് താളിച്ചിട്ടുണ്ട്. അപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട പൊടി ഇഡ്ഡലിയും കാരച്ചട്നിയും ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ മോൾക്ക് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. എന്തായാലും അവൾ കഴിക്കട്ടെ, ഭയങ്കര വിശപ്പായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവൾക്ക് ആദ്യം തന്നെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ അതാ മോൾ അവിടെ ഹാളിലിരിക്കുന്നുണ്ട് കേട്ടോ. TV കണ്ടിട്ടേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവൾ TV ഒക്കെ ഓണാക്കി വെക്കുകയാണ്. റെഡി ആയിട്ടോ, കഴിക്കാൻ റെഡിയായി. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറേ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ എപ്പോഴോ ഒരിക്കൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ ചമ്മന്തി ഒന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് പൊടി ഇഡ്ഡലി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് രണ്ടും കൂടി എങ്ങനെയുണ്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ട് മോൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാനും ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ മോളുടെ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാൻ പറ്റും, അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊടി ഇഡ്ഡലിയും കാരച്ചട്നിയും അടിപൊളിയായിരുന്നു പറഞ്ഞു കേട്ടോ. അവൾ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മോൾ തന്നെ അത് മുഴുവൻ കഴിച്ചു കേട്ടോ. അവൾക്ക് കുറച്ച് മതി എന്നാണ് പറഞ്ഞത്. നമ്മൾ 2 പേർക്കും കൂടി കഴിക്കാൻ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടതല്ലേ പറഞ്ഞിട്ട് പിന്നെ അവൾ തന്നെ മുഴുവൻ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പ് അടയ്ക്കാൻ വരികയാണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ കടയടച്ച് പോയിട്ട് ഇനിയിപ്പോൾ രാത്രിക്കുള്ളത് മോൾക്ക് ഇനിയിപ്പോൾ അവളുടെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ കണ്ണമ്മ ചേച്ചിക്കാണെങ്കിൽ ദോശയാണ്. പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് ചോറ് മാത്രമേ ഉള്ളൂ കേട്ടോ, കറിയൊന്നും ഇല്ല എന്നാണ് തോന്നണം കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ രസവും പിന്നെ സോയാബീൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പോൾ സോയാബീൻ ഫ്രൈ മാത്രം കുറച്ചിരിക്കുന്നുണ്ട്, പിന്നെ രസമുണ്ട്. എന്നാലും ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ രാത്രി കഴിക്കാനൊന്നും, രാത്രി കഴിക്കുകയൊക്കെ ചെയ്യട്ടോ. പക്ഷെ രസമായതുകൊണ്ട് രാത്രിക്ക് ഇനി ചോറൊന്ന് താളിക്കാമെന്ന് വിചാരിച്ചിട്ടോ, തക്കാളി ചോറാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ ഷോപ്പൊക്കെ അടച്ച് ഞാൻ മേലൊക്കെ കഴുകി വന്നു കേട്ടോ. വന്നപ്പോൾ ഉണ്ട് നല്ല മഴ കേട്ടോ. ഷോപ്പ് അടച്ച് കഴിഞ്ഞതും ഭയങ്കര മഴയായിരുന്നു. കണ്ണമ്മ ചേച്ചിയാണെങ്കിൽ ഇതാ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര മഴ എന്ന് പറയാനും പറ്റില്ല, അത്രയും
അപ്പോൾ ആ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഷീറ്റ് ആയതുകൊണ്ട് എന്താണ് മഴ പെയ്യണത് ഭയങ്കര സൗണ്ടായിട്ട് അറിയണോ. അപ്പോൾ ഞാൻ പിന്നെ ചോറ് താളിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തക്കാളി ചോറ്. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് തക്കാളി ചോറും ഉണ്ടാക്കിയിട്ടോ. എങ്ങനെയാണെന്നറിയോ, ഞാൻ മിക്സിയിൽ തന്നെ എല്ലാം ഇട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. മിക്സിയിൽ വന്നിട്ട് എന്തൊക്കെ ഇട്ടെന്നറിയോ, തക്കാളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. പിന്നെ കടുക് വറുത്തിട്ട് നമ്മളിപ്പോൾ ക്രഷ് ചെയ്തെടുത്ത് സാധനങ്ങളൊക്കെ അതിലിട്ടിട്ട് നന്നായി വഴറ്റി ആ പച്ചമണമൊക്കെ പോയ ശേഷം നമുക്ക് ആവശ്യമുള്ള ചോറ് അതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് തക്കാളി ചോറ് കേട്ടോ. പക്ഷേ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചാറുണ്ടായിരുന്നു, കടുമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വിശേഷങ്ങളെല്ലാം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പറയാൻ വരട്ടെ, ഇതാ അടുത്ത പണി കേട്ടോ. ഞാനിത് കണ്ടില്ല, നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ദോശയ്ക്കുള്ളത്, അപ്പോൾ അത് അരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം പണിയും കഴിഞ്ഞ് ലാസ്റ്റ് കിടക്കാൻ പോകുമ്പോൾ അതും കൂടി അരച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.